ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, അതായത് KVL. രണ്ട് ലാമ്പ് സീരീസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്രോസ് ആയിട്ട്, അതിൻ്റെ ഇടയിലായിട്ട് ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെയുള്ള ഓരോ റെസിസ്റ്റൻസിൻ്റെയും അല്ലെങ്കിൽ ബൾബിൻ്റെയും വോൾട്ടേജ് എത്രയാണെന്നുള്ള മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 0 to 300 വോൾട്ട് MI എന്ന് എഴുതിയിട്ടുണ്ട്. MI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ്, അതായത് AC-യിലും DC-യിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് എന്നുള്ളതാണ്. ഫേസിന് ന്യൂട്രൽ അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ സപ്ലൈ വോൾട്ടേജ്, ടോട്ടൽ സപ്ലൈ വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് 240 വോൾട്ട് 50 ഹെർട്സ്, നമ്മളുടെ സിംഗിൾ ഫേസിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് 240 വോൾട്ട് 50 ഹെർട്സ്. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന 50 ഹെർട്സ് ആണ്, പുറം രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്നത് 60 ഹെർട്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്, ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 500 വോൾട്ട്, 500 വോൾട്ടിന്റെ ഒരു വോൾട്ട് മീറ്റർ, 2 300 വോൾട്ടിന്റെ വോൾട്ട് മീറ്റർ, 2 ലാമ്പ്, 200 വാട്ടിന്റെ 2 ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണക്ഷൻ ഡയഗ്രാം ഞാൻ ആ സർക്യൂട്ടിൽ കാണിച്ച രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ലാമ്പ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിന് എക്രോസ് ആയിട്ട് 2 വോൾട്ട് മീറ്റർ, അതിന് എക്രോസ് ആയിട്ട് വരുന്ന 2 വോൾട്ട് മീറ്റർ ആണ് ഈ വോൾട്ട് മീറ്റർ, അതായത് 0 to 300 വോൾട്ടിന്റെ 2 സപ്ലൈക്ക് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ട് മീറ്റർ ആണ് ഇത്, 0 to 500 വോൾട്ടിന്റെ ഒരു വോൾട്ട് മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്ലൈ ടെർമിനലിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സപ്ലൈ ഒന്ന് ഓൺ ചെയ്യാം. സീരീസ് ആയതുകൊണ്ട് തന്നെ ലാമ്പ് രണ്ടും എങ്ങനെയാണ് കത്തുക അതെന്തായാലും നോക്കാം. ഓക്കെ, ഇപ്പോൾ 2 ലാമ്പും ഡിമ്മായിട്ടാണ് കത്തുന്നത്. ഇനി നമുക്ക് സപ്ലൈ വോൾട്ടേജ് നോക്കാം. ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് 240 വോൾട്ടാണ്. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ വോൾട്ടേജ് നോക്കാം. ഒരു വോൾട്ട് മീറ്റർ റീഡ് ചെയ്തിരിക്കുന്നത് 110 വോൾട്ടാണ്. അടുത്ത വോൾട്ട് മീറ്ററിന് റീഡ് ചെയ്തിരിക്കുന്നത് 110 അല്ലെങ്കിൽ 120. അതിൽ വേരിയേഷൻ വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ലാമ്പ് ഒരുപാട് തവണ നമ്മൾ യൂസ് ചെയ്തതായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് വോൾട്ടേജിൽ ഈ ഒരു ചേഞ്ച് വരുന്നത്. റെസിസ്റ്റൻസ് മാറില്ലേ, റെസിസ്റ്റൻസ് മാറുന്ന സമയത്ത് അതിലുള്ള വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ വേരിയേഷൻ വരില്ലേ, അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ വോൾട്ടേജിലുള്ള വേരിയേഷൻ ഉണ്ടാവാം. ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സപ്ലൈ വോൾട്ടേജിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ മൂലം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കിർച്ചോഫ് വോൾട്ടേജിലോ പറയുന്നത് എന്താണ്? സം ഓഫ് ദി വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ്. അതായത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന ലോഡ് അല്ലെങ്കിൽ എന്താണോ സംഭവം വെക്കുന്നത് അതിന് ഈക്വൽ ആയിരിക്കും. ഇതിൽ പറയുകയാണെങ്കിൽ V1 + V2 = V ആണ്. ഓക്കെ, സം ഓഫ് ദി ടോട്ടൽ വോൾട്ടേജ് VT ആണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്നുണ്ടെങ്കിൽ, ടോട്ടൽ വോൾട്ടേജ് VT ആണെങ്കിൽ V1 + V2 ആയിരിക്കും അവിടെയുള്ള ടോട്ടൽ വോൾട്ടേജ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരെണ്ണത്തിൽ 120 വോൾട്ടും ഒരെണ്ണത്തിൽ 110 വോൾട്ടുമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? 230 വോൾട്ട് ആണ് സം ഓഫ് ദി ടോട്ടൽ വോൾട്ടേജ് ഇതിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ഈ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ബൾബാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള പ്രോപ്പർട്ടിയിലുള്ള ചേഞ്ചസ് കൊണ്ടാണ് വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വോൾട്ടേജ്, അതായത് സപ്ലൈ കിട്ടുന്ന വോൾട്ടേജിലുള്ള വ്യത്യാസം കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. ഓക്കെ, താങ്ക് യു.